Hi all, welcome back to our online class. So far we are discussing about functions in Python. Okay, and remember that I am using Python 3.3 for doing programs. Okay, so if you are using the older version 2.7 or something, there may be correction in your code. Okay, so remember I am using Python 3. Okay, fine. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫിബൊനാച്ചി സീരീസ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രിന്റ് ഫിബൊനാച്ചി സീരീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫിബൊനാച്ചി സീരീസ് അറിയാം അല്ലേ? തൊട്ട് മുന്നത്തെ സംഖ്യയോടുകൂടി ആ സംഖ്യ ആഡ് ചെയ്തിട്ടത് അടുത്ത സംഖ്യ ആയിട്ട് എഴുതും. ഇപ്പോൾ 1 1 2 3 അല്ലേ, 5 8 13 21 അങ്ങനെ പോകുന്ന സീരീസ് ആണ് ഫിബൊനാച്ചി സീരീസ്. സോ ഹൗ ഐ ക്യാൻ പ്രിന്റ് ഫിബൊനാച്ചി സീരീസ് അപ് ടു സർട്ടൻ ലിമിറ്റ്. സർട്ടൻലി ദിസ് ഇസ് എ സീരീസ്, ഇങ്ങനെ ഇൻഫിനിറ്റിലേക്ക് ഇങ്ങനെ നീണ്ടു പോകുന്നതായിരിക്കും. ബട്ട് നമ്മൾ എന്താണ്, ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ, ഒരു 50 വരെ അല്ലെങ്കിൽ ഒരു 30 വരെ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യിക്കാനുള്ള എന്തെന്ന് ഫംഗ്ഷൻ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കോഡ് ആദ്യം കാണിക്കാം. യു ക്യാൻ സീ ഹിയർ ദാറ്റ് ഞാൻ എക്സാമ്പിളായിട്ട് fibonacci.py എന്ന് പറയുന്ന ഒരു എ ഫ്യൂ ലൈൻസ് ഓഫ് കോഡ് അത്രയേ ഉള്ളൂ. ഓക്കെ, അറിയാം എങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷന് പൈത്തണിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി DEF എന്നുള്ള ഇവിടെ കാണാൻ പറ്റും. DEF എന്നുള്ള എന്തുപയോഗിച്ചിട്ടാണ്? ഒരു കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ആ DEF ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ ഫംഗ്ഷൻ നമ്മളൊരു പേര് കൊടുക്കണം. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പേര് ഏതാണ്? FIB എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ആർബിട്രറി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അവിടെ കൊടുക്കാം, നോ പ്രോബ്ലം. അപ്പം DEF അല്ലേ, ഡിഫൈൻ എന്ത് FIB എന്ന് ആണ് ഞാൻ എൻ്റെ ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുന്നത് അല്ലേ. ഇവിടെ യൂസ് ചെയ്യുന്ന വേരിയബിൾ n ആണ്. ഓക്കെ, FIB ഓഫ് n കോളൻ ഇട്ടു അല്ലേ. ഇങ്ങനെയല്ലേ ചെയ്യാറ്? ഓർമ്മയില്ലേ? നമ്മൾ ഇന്നലെ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതാണ്. അതിനുശേഷം ഞാൻ 2 വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു. A എന്നും B എന്നും പേരുള്ള നെയിം കൊടുത്തിട്ടുള്ള 2 വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യുന്നു. എയുടെ വാല്യൂ 0 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി അത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂസ് ആണ്. ക്ലിയർ? ആൻഡ് ഐ ആം സ്റ്റാർട്ടിങ് എ കണ്ടീഷൻ. നമുക്കറിയാം കണ്ടീഷൻ മീൻസ് ലൂപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോറും വൈലും ആണ് അല്ലേ. വൈൽ ബി ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ബി ലെസ് ദാൻ n എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നത് വരെ ഈ വയലിനുള്ളിലത്തെ കോഡ് എന്ത് ചെയ്യും? റൺ ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂപ്പ് അല്ലേ, ഒരു കോഡ് തന്നെ, ഒരേ കോഡ് തന്നെ. ഇപ്പോൾ ഈ പ്രിന്റ് B AB ഈക്വൽ ടു B, A+B എന്ന് പറയുന്ന കോഡ് ഒന്നിലധികം തവണ റൺ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് വൈൽ ലൂപ്പ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ വൈൽ B ലെസ് ദാൻ n, വി നോ ദാറ്റ് ഐ ഹാവ് ഇനീഷ്യലൈസ്ഡ് ദി വാല്യൂ ഓഫ് B ആസ് 1 അല്ലേ. ബിയുടെ വാല്യൂ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ 1 ലെസ് ദാൻ n എന്ന് പറഞ്ഞാൽ നമ്മളറിയാം ഫിബൊനാച്ചിയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫംഗ്ഷനിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇത് കോൾ ചെയ്യുമ്പോൾ ഇവിടെ കാണാം പ്രിന്റ് fib 30 എന്ന് കാണാം. അപ്പോൾ ഈ ഫംഗ്ഷനിൽ n-ന്റെ വാല്യൂ 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഫംഗ്ഷൻ എന്താ വരിക? B 1 ആണ്. 1 ലെസ് ദാൻ 30 കണ്ടീഷൻ ഈസ് ട്രൂ. 30നേക്കാളും ലെസ് ആണ് ആര്? 1. ഓക്കെ, 1 ലെസ് ദാൻ 30 ആയതുകൊണ്ട് പ്രിന്റ് ബിയുടെ വാല്യൂ എത്രയാ? യെസ്, നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത 1 ആണ്. അത് മാറിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 1 പ്രിന്റ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പെന്ന് കൊണ്ട് നിങ്ങളുടെ പേപ്പറിൽ എഴുതി വെക്കുക. ഇപ്പോൾ ആര് പ്രിന്റ് ആയിട്ടുണ്ട്? 1 പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, 1. അടുത്ത ലൈൻ നോക്കൂ. AB ഈക്വൽ ടു B, A+B. അപ്പം എന്താ സംഭവിക്കുക? നമ്മൾ അസൈൻ ചെയ്യുവാണ്. A എന്ന് പറയുന്ന വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തത് 0 ആണ്. ബട്ട് ഹിയർ ഇൻ ദിസ് ലൈൻ ഓഫ് കോഡ് വി ആർ assigning a value to A. Which value? B. B യെ നമ്മൾ എങ്ങോട്ട് അസൈൻ ചെയ്തു? എയിലേക്ക്. ബിയിലേക്ക് എത്ര വാല്യൂ ഉള്ളത്? ബിയിലുള്ള വാല്യൂ 1 ആണ്. അപ്പോൾ എയിലേക്ക് അത് അസൈൻ ചെയ്തു. അപ്പോൾ എയുടെ വാല്യൂ 3 ആയി? 1 ആയി.
ഓക്കെ, അടുത്ത ബിയിലേക്ക് നമ്മൾ എന്താ അസൈൻ ചെയ്യുന്നത്? എ പ്ലസ് ബി ആണ്. എ 0 ആയിരുന്നു, ബി 1 ആയിരുന്നു. അപ്പൊ എ പ്ലസ് ബി എത്രയാ? 1 ആണ്. അപ്പൊ ബിയിലേക്ക് എത്ര വന്നു? 1. അപ്പൊ എയില് ബിയുടെ വാല്യൂയും ബിയില് എ പ്ലസ് ബി ചെയ്താൽ കിട്ടുന്ന വാല്യൂവും നമ്മൾ അസൈൻ ചെയ്തു. അപ്പൊ എയിൽ എത്രയാവും? ബിയുടെ വാല്യൂ 1. ബിയിൽ എത്രയാവും? എ പ്ലസ് ബിയുടെ വാല്യൂ. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാ? 0 + 1 1 ആണ്. അപ്പൊ ബിയിലേക്ക് 1 വന്നു. ഓക്കെ, അടുത്ത് നമ്മൾ എന്നിന്റെ വാല്യൂ 30 അല്ലേ കൊടുത്തത്. അപ്പൊ വീണ്ടും ഈ വൈൽ കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? അപ്പൊ അത് വീണ്ടും റൺ ആവും. എങ്ങനെയാ റൺ ആവുക? ഇവിടെ ബിയുടെ വാല്യൂ എത്ര ആയിട്ടുണ്ട്? എ പ്ലസ് ബി ആണ്, 1 ആയിട്ടുണ്ട് അല്ലേ? 1 ലെസ് ദാൻ എൻ. 1 ലെസ് ദാൻ എൻ എത്രയാ? 30 ആണ്. 1 ലെസ് ദാൻ 30 ട്രൂ ആണ്. പ്രിന്റ് ബി. അപ്പൊ വീണ്ടും ബിയുടെ വാല്യൂ 1 ആണ്. ബിയുടെ വാല്യൂ 1 ആയിട്ട് 1 വീണ്ടും പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നേരത്തെ ഒരു 1 പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ബിയുടെ വാല്യൂ 1 ആയതുകൊണ്ട് വീണ്ടും ഒരു 1 പ്രിന്റ് ചെയ്യും. ഇപ്പൊ 1 1 എന്ന് പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ പെന്നുകൊണ്ട് നിങ്ങൾ പേപ്പറിൽ അടുത്ത സംഖ്യ എഴുതിക്കൊള്ളൂ 1. അപ്പൊ 2 1 ഇപ്പൊ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അടുത്ത് നോക്കാം. എയിലേക്ക് ബിയുടെ വാല്യൂ എത്ര? ഇപ്പോ 1 ആ. അത് എയിലേക്ക് പോയി. ഓക്കെ, ബിയിലേക്കോ എ പ്ലസ് ബി വരും. ശ്രദ്ധിക്കണം, എയുടെ വാല്യൂ നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബിയുടെ വാല്യൂ എത്രയാണോ അത് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 1 എന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എയുടെ വാല്യൂ 0 അല്ല. എത്രയാ? തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ അത് 1 ആയിട്ടുണ്ട്. അപ്പൊ 1 ആണ് എയുടെ വാല്യൂ. പ്ലസ് ബിയും 1 ആണ്. 1 + 1 2. അപ്പൊ ബിയിലേക്ക് 2 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. ഇനി വീണ്ടും ഈ കണ്ടീഷൻ ട്രൂ ആണ്. 2 ലെസ് ദാൻ 30. പ്രിന്റ് ബിയുടെ വാല്യൂ എത്രയാ? ഇപ്പൊ 2 ആണ്. എ പ്ലസ് ബി 1 + 1 2 ആണ്. അപ്പൊ പ്രിന്റ് 2. അപ്പൊ 1, 1, 2 അല്ലെ? 1 1 2 വരെ പ്രിന്റ് ആയി വന്നു അല്ലെ? അപ്പൊ നിങ്ങൾ മൂന്നാമത്തെ നമ്പർ എഴുതിക്കോളൂ 2. ഇനി അടുത്തത് എയില് ബിയുടെ വാല്യൂ കൊടുക്കും. എത്ര? 2. ബിയിലേക്ക് 2 + 1 3. അപ്പോ അടുത്തത് ഈ ലൂപ്പ് ട്രൂ ആയതുകൊണ്ട് പ്രിന്റ് ബി 3 പ്രിന്റ് ആവും. അപ്പൊ 1 1 2 3. അടുത്തത് ഇവിടെ 2 + 3 അല്ലെ? ബിയുടെ വാല്യൂ എത്രയാവും? 2 + 3 5 പ്രിന്റ് ആവും. അങ്ങനെ 1 1 2 3 5 8 അങ്ങനെ എന്ത് ചെയ്യും? ഈ സീരീസ് പ്രിന്റ് ആയി കിട്ടും അപ് ടു 30. ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ, അത് 21 വരെ പ്രിന്റ് ആവും. അടുത്ത സംഖ്യ 30യുടെ അബവ് ആയതുകൊണ്ട് അത് പ്രിന്റ് ആവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ഐറ്ററേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ സീരീസ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് റൺ ചെയ്തിട്ട് ഇത് ശരിയാണോ എന്ന് എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് പൈത്തണിലേക്ക് പോകാം. ഓക്കെ, എങ്ങനെയാ പൈത്തൺ എടുക്കുക അറിയാലോ. സ്റ്റാർട്ട് പോയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് പൈത്തൺ ഷെൽ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫയൽ അല്ലേ? ഫയലിൽ പോയിട്ട് ന്യൂ അടിച്ചാൽ ഒരു അൺടൈറ്റിൽഡ് ഫയൽ ഓപ്പൺ ആയി വരും. ക്ലിയർ? വേഗത്തിൽ ക്ലിയർ മിനിമൈസ് ചെയ്യാം. ഓക്കെ, സോ ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിബൊനാച്ചി സീരീസ്. ഓക്കെ, എന്താ ചെയ്യാൻ പോകുന്നത്? സോറി, എ ആണ്. CCI ആണ്, ഫിബൊനാച്ചി സീരീസ്. ഓക്കെ, ഹെഡിങ് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്തായിരുന്നു? ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന കീവേഡ് DEF. ഓക്കെ, പേര് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തത് എന്തായിരുന്നു? FIB. ഓക്കെ, യൂസിങ് ദ വേരിയബിൾ n. ക്ലിയർ? കോളൻ എൻ്റർ. ഇപ്പം നമ്മൾ ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. എന്താണ്? ആദ്യം ഞാൻ A, B എന്നിങ്ങനെ 2 വേരിയബിൾ 0യും 1ഉം ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് നമ്മളൊരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഐ എം യൂസിങ് വൈൽ ആൻഡ് ദ കണ്ടീഷൻ ഈസ് b ലെസ് ദാൻ n. ഓക്കെ, എന്താണ്? എപ്പോൾ വരെ? നമ്മൾ കൊടുക്കുന്ന അല്ലേ ഫിബൊനാച്ചി 30 വരെയാണോ 40 വരെയാണോ ആ നമ്പറിനേക്കാൾ ചെറുതാവുന്ന വരെ. ഓക്കെ, ചെറുതായിരിക്കുന്ന കാലത്തോളം, അത് ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നവരെ, b ലെസ് ദാൻ n എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് എന്ത് റൺ ചെയ്യണം? പ്രിന്റ്. എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? യെസ്, ദ വാല്യൂ ഓഫ് b. ക്ലിയർ? എൻ്റർ. നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. എയിലേക്ക് ബിയുടെ വാല്യൂവും ബിയിലേക്ക് ഏതും A+B എന്നുള്ള വാല്യൂയും അസൈൻ ചെയ്യണം. ഓക്കെ, എൻ്റർ. നമുക്ക് എന്ത് ചെയ്യാം? യെസ്,
ഇതാണ് ഫംഗ്ഷൻ. ഇത്രയേ ഫംഗ്ഷൻ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രിന്റ് FIB അല്ലേ, നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുവാണ് FIB അല്ലേ, FIB ഓഫ് FIB ചെയ്തിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് എത്രയാണ് നമ്പർ ചെയ്യുന്നത് ആ എന്നിന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ അല്ലേ. അപ്പോൾ FIB ആണ് ഫംഗ്ഷന്റെ പേര്, അത് നമ്മളിവിടെ കോൾ ചെയ്തു. ഓക്കെ, ഫംഗ്ഷന്റെ പേര് ഉപയോഗിച്ചിട്ടാ കോൾ ചെയ്യുക എന്നുള്ള പറഞ്ഞ കാര്യമാണ്. റൈറ്റ്. ഓക്കെ, നൗ പ്രിന്റ് FIB ഓഫ് എത്ര വരെയാണ് വേണ്ടത്? 30 വരെ ആയിക്കോട്ടെ. ഓക്കെ, 30. നമുക്ക് എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടി ഫയലിൽ പോകുന്നു, സേവ് എക്സാമ്പിൾസ്. ഒരു പേര് പറഞ്ഞോളൂ, എന്താണിത്? fib അല്ലേ .py. സേവ്. റൺ ചെയ്യാൻ വേണ്ടി റണ്ണ് പോയിട്ട് റൺ മൊഡ്യൂൾ F5 അടിച്ചാൽ മതിയേ. യെസ്, സി ഹിയർ 1 1 2 3 5 8 13 21. ക്ലിയർ. ഇനി ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു നണ്ണ് വന്നത് നമ്മളുടെ റിട്ടേൺ എന്ന് പറയുന്ന ആർഗ്യുമെന്റ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ അസ്. സോ ഫിബൊനാച്ചി സീരീസ് നമ്മൾ എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം, നമുക്കിത് മിനിമൈസ് ചെയ്തിടാം. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾസ് നമ്മൾ ഫംഗ്ഷൻ അകത്തും യൂസ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷന് പുറത്തും വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പൊ ഫിബൊനാച്ചി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ AB എന്ന് പേരുള്ള 2 വേരിയബിൾസ് ഞാൻ ഫംഗ്ഷൻ അകത്തിലെ ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷന് ഉള്ളിലാണ് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ വേരിയബിൾ AB ഞാൻ ഫംഗ്ഷന് പുറത്ത് വീണ്ടും ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക? ഓക്കെ, നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. അത് പറയുന്ന സമയത്ത് നമുക്ക് ഗ്ലോബൽ വേരിയബിൾ എന്താണെന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ പറയാൻ പോകുന്നത്? ഇവിടെ AB എന്നുള്ള വേരിയബിൾസ് ഞാൻ ഫംഗ്ഷന്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ AB എന്ന് പറയുന്ന വേരിയബിൾസിനെ ഫംഗ്ഷന് പുറത്ത് ഞാൻ മറ്റെവിടെയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എന്ത് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ കാണിക്കുമോ, അവിടെ എന്താ സംഭവിക്കുക? നമുക്ക് ചെറിയൊരു പ്രോഗ്രാം ചെയ്തിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, റൈറ്റ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫയലിൽ എന്ത് ചെയ്യാം, ന്യൂ ഫയൽ എടുക്കാം. ഓക്കെ, ഇതിൻ്റെ സൈസ് ഒന്ന് റീസൈസ് ചെയ്യാം. ഒന്നല്ല ഈ സ്ക്രീനിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ്, ബാക്കി നമുക്ക് ക്ലോസ് ആയി കളയാം. ഓക്കെ, യെസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അൺടൈറ്റിൽഡ് ഫയൽ കാണാം അല്ലേ. നമ്മൾ സ്കോപ്പ് ഓഫ് വേരിയബിൾസ്. ഓക്കെ, വേരിയബിൾസിനെ എന്തോ ഫംഗ്ഷൻ അകത്തും അതേ വേരിയബിൾ നെയിം പുറത്തും ഉപയോഗിച്ച് എന്താ സംഭവിക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ സിമ്പിൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ ഒരു var എന്ന് പേരുള്ള ഒരു ഫംഗ്ഷൻ. ഓക്കെ, യെസ്. അവിടെ v ഈക്വൽ ടു എക്സ്. എന്താണ് അതിനകത്ത്? v ഈക്വൽ ടു എക്സ്. ജസ്റ്റ് ഒരു var എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ആ ഫംഗ്ഷൻ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്? v ഈക്വൽ ടു എക്സ്. എന്താണ്? v ഈക്വൽ ടു എക്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, റൈറ്റ്. എന്റർ. അപ്പൊ ഞാൻ ഈ ഫംഗ്ഷൻ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ ആണ് v. ഓക്കെ, ഞാൻ ഇപ്പോൾ കേഴ്സർ ഫംഗ്ഷന്റെ പുറത്താണുള്ളത് ആണല്ലോ. ഫംഗ്ഷന് പുറത്ത് ഞാൻ v ഈക്വൽ ടു ഒരു 20 എന്ന് അസൈൻ ചെയ്യുന്നു. v എന്ന് പറയുന്ന വേരിയബിളിൽ 20 അസൈൻ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ 2 സ്ഥലങ്ങളിൽ ഒരേ വേരിയബിൾ യൂസ് ചെയ്തു, ഫംഗ്ഷൻ അകത്തും ഫംഗ്ഷന് പുറത്തും. ഏതാണ് ആ വേരിയബിൾ? v എന്ന് നെയിമുള്ള വേരിയബിൾ ആണ്. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ എൻ്റെ ഫംഗ്ഷന് ഇൻവോക്ക് ചെയ്യുന്നു. var എന്നുള്ള പേര് var of 4. ഓക്കെ, അതായത് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 4 വരും. അപ്പൊ v ഈക്വൽ ടു 4. അപ്പൊ v ന്റെ വാല്യൂ 4 ആണ്.
ഇവിടെ പുറത്ത് ഫംഗ്ഷന് പുറത്ത് v ഈക്വൽ ടു 20 ഉണ്ട്. ഓക്കെ, നൗ യു ഹാവ് എ കൺഫ്യൂഷൻ. പ്രിന്റ് v. What will be returned? ഇവിടെ ഞാൻ ഈ കോഡ് റൺ ചെയ്താൽ എന്താണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്? എന്തായാലും പ്രിന്റ് ചെയ്യും, v പ്രിന്റ് ചെയ്യും. എന്താ പ്രിന്റ് ചെയ്യുക? v ഈക്വൽ ടു 20 ആണോ? ഇനി അല്ലെങ്കിൽ ഇവിടെ ഞാൻ വേർ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫംഗ്ഷനിൽ എക്സിന്റെ സ്ഥാനത്ത് 4 ആകും. അപ്പൊ v ഈക്വൽ ടു 4 ആകും. അപ്പൊ v ഈക്വൽ ടു 4 ആണോ പ്രിന്റ് ആവാൻ പോകുന്നത്? v ഈക്വൽ ടു 20. ഏത് വാല്യൂ? 4 or 20? Which is going to print here? Let us check. ഓക്കെ, നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ റിട്ടേൺ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടില്ലേ? ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമുക്ക് ആദ്യം കൺട്രോൾ അടിച്ച് സേവ് അടിക്കാം. ഓക്കെ, ഇതെന്താണ്? വേരിയബിൾ. ഓക്കെ, .py. സേവ്. നമുക്ക് റൺ ചെയ്യാം. യെസ്, see here. ഞാനിത് ചെറുതാക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഏത് വാല്യൂ പ്രിന്റ് ആയത്? 20. ഓക്കെ, എന്താ പ്രിന്റ് ആയി വന്നിരിക്കുന്നത്? 20 എന്നുള്ള വാല്യൂ പ്രിന്റ് ആയത്. അപ്പോൾ ഇവിടെ ഈ v ഈക്വൽ ടു 20 എന്ന് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിന്റ് v കൊടുത്തപ്പോൾ 20 ആണ് പ്രിന്റ് ആയത്. ഏതല്ല? ഫംഗ്ഷൻ അകത്തെ വാല്യൂ അല്ല, വിയുടെ വാല്യൂ അല്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഫംഗ്ഷൻ അകത്ത് ഉപയോഗിക്കുന്ന വേരിയബിള് എവിടെ മാത്രമേ ഉള്ളൂ? ആ ഫംഗ്ഷൻ അകത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേ നെയിമിലുള്ള വേരിയബിളിന് നിങ്ങൾക്ക് ഫംഗ്ഷന് പുറത്ത് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾ ഇതിനകത്ത് ABCD എന്നുള്ള ഡിഫറെന്റ് വേരിയബിൾസ് ഫംഗ്ഷനകത്ത് യൂസ് ചെയ്ത് എന്ന് വിചാരിക്കാം. അതേ നെയിമിൽ ABCD എന്നുള്ള നെയിമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷന് പുറത്തും യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യുക വഴി നമുക്ക് മനസ്സിലായത്. ഫംഗ്ഷനുള്ളിൽ വിയുടെ വാല്യൂ 4 ആയിരുന്നു. ഓക്കെ, പക്ഷെ പ്രിന്റ് ആയി വന്നത് 20 ആണ്. ബിക്കോസ് ഫംഗ്ഷന് പുറത്ത് ഞാൻ വി യൂസ് ചെയ്തിട്ടുണ്ട്. ആ വിയുടെ വാല്യൂ 20 ആണ്. ഓക്കെ, അപ്പൊ ഫംഗ്ഷനുള്ളിലത്തെ വിയും ഫംഗ്ഷന് പുറത്തുള്ള വിയും പൈത്തനെ സംബന്ധിച്ചിട്ട് കൺഫ്യൂഷൻ ഒന്നുമില്ല. പൈത്തൺ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഫംഗ്ഷൻ അകത്തുള്ള വേരിയബിളിന് ഫംഗ്ഷൻ അകത്ത് മാത്രം. ഓക്കെ, പുറത്ത് അത് വേറെ വി ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ വിയെ ഫംഗ്ഷന് പുറത്തും യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഈ വി ഈ പ്രോഗ്രാമിലുടനീളം ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയും. അതായത് നമ്മളൊരു വേരിയബിളിനെ ഗ്ലോബലായി ഡിഫൈൻ ചെയ്താൽ അതിൻ്റെ അർത്ഥം ആ വേരിയബിള് നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ ഒരു മീനിങ്ങിൽ അല്ലെങ്കിൽ ഒരു വാല്യൂവിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് എവിടെ വിളിച്ചാലും അതിന് നിങ്ങൾ എത്ര പ്രാവശ്യം യൂസ് ചെയ്താലും അതിന് ഒരേ വാല്യൂ ആയിരിക്കും. നിങ്ങൾ ആ വേരിയബിളിന് അസൈൻ ചെയ്ത വാല്യൂ എത്രയാണോ അത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ അകത്തായാലും ഫംഗ്ഷൻ പുറത്തായാലും സെയിം വേരിയബിൾ ആയിരിക്കും അത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ്? ജസ്റ്റ് ഫംഗ്ഷനകത്ത് ഞാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട കീവേഡ് എന്താണ്? ഗ്ലോബൽ വി. അപ്പൊ വിയെ ഞാൻ ഗ്ലോബൽ വേരിയബിളായി ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഇതേ കോഡ് സേവ് അടിച്ച് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ എന്താ സംഭവിച്ചേ? 20ക്ക് പകരം നോക്കുക 4 ആണ് പ്രിന്റ് ആയത്. എന്തുകൊണ്ടാ? ഇവിടെ ഇവിടെ വി എന്ന് പറയുന്നത് ഗ്ലോബൽ വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോ വിക്ക് മീനിങ് എന്താണ്? യെസ്, ഇവിടെ നിങ്ങൾ വേരിയബിൾ 4 കൊടുത്തു. അപ്പോൾ വേർ എക്സിന്റെ സ്ഥാനത്ത് 4 ആണ്, വി ഈക്വൽ ടു 4 ആയി അല്ലേ? അപ്പൊ വി ഈക്വൽ ടു 4 ആയ സ്ഥിതിക്ക് ഇനി എന്തേ പ്രിന്റ് ആവുള്ളൂ? പ്രിന്റ് ചെയ്യുമ്പോൾ ആ 4 പ്രിന്റ് ആവുക. കാരണം ഫംഗ്ഷന് പുറത്തും നിങ്ങൾ വി ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ഓൾറെഡി വിയുടെ വാല്യൂ 4 ആണ്. ഓക്കെ, അതുകൊണ്ട് ആ 4 ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലോബലായി നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ ഒരു ഗ്ലോബൽ വേരിയബിൾ നിങ്ങൾ ഫംഗ്ഷനിൽ നിങ്ങളുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെയിം ആ വേരിയബിൾ ഇപ്പോൾ എ ആണ് നിങ്ങൾ ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് എടുത്തതെങ്കിൽ പിന്നീട് മറ്റെവിടെ ആ പ്രോഗ്രാമിൽ എ ഒരു വേരിയബിൾ ആയിട്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ആ വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്താൽ ശ്രദ്ധിച്ചോളണം, അത് നമ്മുടെ പ്രോഗ്രാമിന്റെ കോഡിൽ എവിടെയും ആ നെയിം നേരത്തെ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അതേ വേരിയബിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഫൈൻ.
അപ്പോൾ അത്രയാണ് എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് തുടർച്ചയായിട്ടുള്ള 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, സീ ഹിയർ നമ്മൾ പൈത്തൺ മൊഡ്യൂള് പാക്കേജ് ഇങ്ങനെ കണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ പോവാണ്. എങ്ങനെയാണ് നിങ്ങൾക്കൊരു പാക്കേജിനെ അല്ലെങ്കിൽ മൊഡ്യൂളിനെ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ കോഡിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന കീവേഡ്സ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഓക്കെ, സോ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയിട്ട്, ഐ ഹോപ്പ് യു റിമെമ്പർ ദാറ്റ് പ്രോഗ്രാം അല്ലേ, ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു അല്ലേ. നിങ്ങൾ പറയുന്ന നമ്പറിന്റെ ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. DEF ഫാക്ടോറിയൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇനി ഞാനത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത കാര്യമല്ലേ, എനിക്ക് ഓർമ്മയുണ്ടാവും അല്ലേ, തൊട്ട് മുമ്പത്തെ ക്ലാസ്. ഓക്കെ, യൂട്യൂബിൽ കാണുന്നത് ശ്രദ്ധിക്കുക. ഇതിന് ഈ ക്ലാസ് അപ്ലോഡ് ചെയ്തതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണുക. അതിലെന്തുണ്ട്, ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാത്തമാറ്റിക്സ് നമ്മൾ 2 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ 10 ഫാക്ടോറിയൽ ഒക്കെ കാണാറില്ലേ, അങ്ങനെയുള്ള ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയിട്ട്. സോ ആ ഫംഗ്ഷൻ എൻ്റെ ആ പ്രോഗ്രാമിൽ ഉണ്ട്, അല്ല ആ പ്രോഗ്രാം ഇതിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് എനിക്കിനി വേറെ ഏതെങ്കിലും ഒരു പുതിയ പ്രോഗ്രാം എടുത്തിട്ട് ഞാൻ ആ ഫാക്ടോറിയൽ 10 എന്ന് പ്രിന്റ് ഫാക്ടോറിയൽ 10 എന്ന് പറഞ്ഞാൽ 10 ഫാക്ടോറിയലിന്റെ വാല്യൂ പ്രിന്റ് ആയി വരുമോ? നെവർ. ആക്ച്വലി ഞാനത് നേരത്തെ ഒരു പുതിയൊരു പ്രോഗ്രാം എടുത്ത് അതിൽ ഫംഗ്ഷനൊക്കെ ഡിഫൈൻ ചെയ്ത് ഫാക്ടോറിയലിന്റെ കോഡൊക്കെ ടൈപ്പ് ചെയ്തിട്ട് എന്താക്കി വെച്ചിട്ടുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കോഡിനെ എനിക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക്, പുതിയൊരു പ്രോഗ്രാമിലേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ക്ലിയർ അല്ലേ? പക്ഷേ പൈത്തണ് ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ്, വേരിയബിൾസും ഡെഫിനിഷൻസും ഒന്നും ഒക്കെ ഇവിടെ കിട്ടത്തില്ല, മറ്റു പ്രോഗ്രാമിൽ, പുതിയ പ്രോഗ്രാം കിട്ടത്തില്ല. നിങ്ങളിവിടെ ഒരു പൈത്തൺ എന്ത് ചെയ്യുന്നു, പുതിയൊരു പൈത്തൺ ഫയൽ എടുക്കുന്നു, എന്നിട്ട് പ്രിന്റ് ഫാക്ടോറിയൽ 5 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയലിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഈവൻ ഞാൻ മറ്റൊരു പ്രോഗ്രാമിൽ ഈ ഫാക്ടോറിയൽ കാണാനുള്ള കോഡ് എഴുതിയിട്ടുണ്ടെങ്കിലും. ക്ലിയർ അല്ലേ? അപ്പൊ പൈത്തണിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഫാക്ടോറിയൽ അല്ലെങ്കിൽ ഫാക്ടോറിയൽ എന്നുള്ളത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഓൾറെഡി പൈത്തണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെ ഡെഫിനിഷൻസും ഇതുപോലുള്ള ഫങ്ഷൻസും ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ചെറിയ ഫങ്ഷൻസ് അത് നമ്മൾ വിളിക്കുക മൊഡ്യൂൾസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ പൈത്തൺ എന്ത് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്, ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഡെഫിനിഷൻസും ഫങ്ഷൻസും ഒക്കെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയലിൽ എന്താക്കി വെച്ചിട്ടുണ്ട്, സേവ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ആ ഫയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ പ്രോഗ്രാമിൽ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് അവസാനം പറയാം. എനിവേ, അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ എന്ത് ചെയ്തു, ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ പൈത്തൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫങ്ഷൻസും ഡെഫിനിഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ ഫയലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഫയലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൊഡ്യൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ എന്താ, അതൊരു ഫയലാണ് വിച്ച് കണ്ടെയ്ൻസ് പൈത്തൺ ഡെഫിനിഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫാക്ടോറിയൽ കാണാൻ നിങ്ങൾ എല്ലാ സമയത്തും കോഡ് എഴുതണ്ട, ജസ്റ്റ് ഫാക്ടോറിയൽ നിന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് കാണണം, സ്ക്വയർ റൂട്ട് കാണേണ്ട പ്രോഗ്രാം നിങ്ങൾ മൊത്തം പ്രോഗ്രാം നിങ്ങൾ എഴുതണ്ട, അല്ലെ സൈൻ ഓഫ് 30, ഇപ്പോൾ 30 ഡിഗ്രിയുടെ എന്ത് കാണണം, സൈൻ വാല്യൂ കാണണം, നിങ്ങൾ അതിൻ്റെ കോഡ് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സൈൻ 30 എന്ന് ടൈപ്പ് ചെയ്താൽ മതിയാകും. ഓക്കെ, അങ്ങനെ നമുക്ക് പ്രോഗ്രാമിനെ ഒന്നുകൂടെ ചെറുതാക്കാനും
കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ മാറ്റാനും പറ്റും. ഓക്കെ, അപ്പം എന്താണ് മൊഡ്യൂള്? ഡെഫിനിഷൻസും ഫങ്ഷൻസും ഒക്കെ സേവ് ആക്കി വെച്ചിട്ടുള്ള ഒരു ഫയലാണ് പൈത്തണിലെ. ഓക്കെ, അങ്ങനെയുള്ള കുറേ മൊഡ്യൂളുകൾ കൂടി ചേർന്നാണ് ഒരു പാക്കേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടൈം, റാൻഡം, പിക്കിൾ, സിസ്റ്റം, ടർട്ടിൽ കാണുന്നില്ലേ? ഇതൊക്കെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആണ്. ഓക്കെ, അതുപോലെ പാക്കേജസ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാത്ത്. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാക്കേജാണ് മാത്ത്. ക്ലിയർ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാത്ത് പാക്കേജ്. ഓക്കെ, മാത്തിൽ എന്തൊക്കെയാണുള്ളത്? നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, സ്ക്വയർ റൂട്ട്, ഫാക്ടോറിയൽ, അല്ലേ, ലോഗ്. നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് പൈത്തണിൽ ലോഗ് 2.5 എന്ന് പറഞ്ഞാൽ പൈത്തൺ അറിയില്ല, ലോഗ് എന്താണെന്ന് അറിയില്ല. ഓക്കെ, പക്ഷേ മാത്ത് എന്ന് പറയുന്ന പാക്കേജ്, അതിൽ കുറേ മൊഡ്യൂൾ ഉണ്ട്, അല്ലേ? അതിലെന്ത് ആയിട്ടുണ്ട്? ലോഗ് കാണാനുള്ള കോഡ് ഓൾറെഡി നമ്മൾ ഫയലിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാത്ത് എന്ന് പറയുന്ന ആ പാക്കേജിനെ നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ഇൻവോക്ക് ചെയ്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോഗ്രാമിൽ ലോഗ് കാണാൻ പറ്റും, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ വാല്യൂസ് ഒക്കെ കാണാൻ കഴിയും. ഓക്കെ, ഇനി അങ്ങനെയുള്ള ഫങ്ഷൻസിനെ പാക്കേജസിനെ, മൊഡ്യൂൾസിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണം, അല്ലേ? അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടാവും. ഫ്രം മാത്ത് ആണ് നമ്മുടെ നിങ്ങളുടെ മൊഡ്യൂൾ. ഓക്കെ, ഫ്രം മാത്ത് ഇമ്പോർട്ട് ലോഗ്. ആ ലൈൻ ഓഫ് കോഡ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, മാത്ത് എന്ന് പറയുന്ന ആ ഒരു പാക്കേജിൽ നിന്ന് എന്ത് ഇമ്പോർട്ട് ചെയ്യും? ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രം, ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രം നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം. ഇപ്പോൾ ഫാക്ടോറിയൽ നമ്മൾ അതിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രം മാത്ത് ഇമ്പോർട്ട് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഫാക്ടോറിയൽ മാത്രം എന്ത് ചെയ്യും? അതിലേക്ക് ഇമ്പോർട്ടായി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫാക്ടോറിയൽ കാണാനുള്ള കോഡ്, അല്ലെ ഇവിടെയാണെങ്കിൽ ലോഗ് കാണാനുള്ള കോഡ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ട് തൊട്ട് താഴെ പ്രിന്റ് ലോഗ് 2.5, ലോഗ് 2.5ന്റെ വാല്യൂ എത്രയാണോ അത് കൃത്യമായി പ്രിന്റ് ആയി വരും. ഓക്കെ, ക്ലിയർ? മനസ്സിലായിട്ടാന്ന് വിചാരിക്കുവാണ്. ഇനി എന്തൊക്കെയാണ് ഡിഫറെന്റ് മെത്തേഡ്സ് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? നോക്കിക്കോളൂ, ഇവിടെ ഇപ്പോൾ അതിൽ മുന്നേ നമ്മുടെ മാത്ത് പാക്കേജിലുള്ള ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇവിടെ കാണിച്ചു. ലോഗ് ഉണ്ട്, എക്സ്പൊണൻഷ്യൽ, സൈന്, കോസ്, ഇതിലേ കാണുന്നില്ല, സ്ക്വയർ റൂട്ട്, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. റൈറ്റ്, എനിവേ ഡിഫറെൻറ്റ് രീതിയിൽ എങ്ങനെ നമുക്ക് ഈ മൊഡ്യൂൾസിനെ കോൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഇമ്പോർട്ട് മാത്ത്. എന്താ ചെയ്യുന്നത്? മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട സിൻടാക്സ് ശ്രദ്ധിക്കണം. പ്രിന്റ് മാത്ത് ഡോട്ട് സൈൻ 0.5. റേഡിയനിലാണ് ഇവിടെ, ഡിഗ്രിയിലല്ല, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ പ്രിന്റ് മാത്ത് ഡോട്ട് സൈൻ 0.5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ, സൈൻ 0.5ന്റെ വാല്യൂ എന്തായി വരും? പ്രിന്റായി വരും. ഓക്കെ, ഇനി മുമ്പാണെങ്കിൽ നിങ്ങൾ മാത്ത് ഇവിടെ ഇമ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഇത് എറർ വരും, അവിടെ പ്രിന്റ് ചെയ്യൂല. ഓക്കെ, കാരണം സൈൻ എന്ന് പറയുന്ന ആള് എന്താന്നുള്ളത് പൈത്തൺ അറിഞ്ഞൂടാ, നമ്മുടെ കമ്പ്യൂട്ടറിന് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം? ആ സൈൻ ഓഫ് 0.5 കാണാൻ നമ്മൾ ഇന്നലെ ഫാക്ടോറിയൽ കാണാൻ വേണ്ടി എഴുതിയ പോലെ ഒരു സെറ്റ് ഓഫ് കോഡ് ഉണ്ടാവും. 5, 6, 10, 20 എത്രയോ ലൈൻസ് കോഡ് ഉണ്ട്. ആ കോഡ് ഉള്ളത് എവിടെയാണ്? മാത്തിലാണ് ആ കോഡ് ഉള്ളത്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടത്തേക്ക് കോൾ ചെയ്തു ഇമ്പോർട്ട് മാത്ത് ഇമ്പോർട്ട് ചെയ്തിട്ട് പ്രിന്റ് മാത്ത് ഡോട്ട്, മാത്തിൽ ഏതാണ് വേണ്ടത്? സൈൻ ആണ് വേണ്ടത്, SIN. ഓക്കെ, ക്ലിയർ? അത് നമ്മൾ ആ കോഡ് മാത്രം നമ്മൾ എന്ത് ചെയ്തു? ഇവിടത്തേക്ക് കോൾ ചെയ്തിട്ട് നമ്മളത് റൺ ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങളിങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിലുള്ള സൈന് കാണാനുള്ള സെർട്ടൈൻ കോഡ് ഉണ്ട്, ഒരു 5-6 സ്റ്റെപ്പ് കോഡ് ഉണ്ട്. ആ കോഡ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എന്താവുക ചെയ്യുന്നത്? കോപ്പി ആവുക ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? മിക്കവാറും നമ്മളത് ചെയ്യുക ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മേലെയാണ്. നിങ്ങൾ എപ്പോഴും ഈ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൊഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ട് ഏറ്റവും ആദ്യമായിരിക്കണം. ഓക്കെ, ഇനി മറ്റൊരു രീതി എന്താണ്? ഇമ്പോർട്ട് മാത്ത് ആസ് M. വേറൊരു പേര് ഉപയോഗിച്ചിട്ട് മാത്തിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മാത്ത് ഡോട്ട് സൈൻ എന്ന് പകരം M ഡോട്ട് സൈൻ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അല്ലേ മറ്റൊരു രീതി,
ഇതാ ഈ മൂന്നാമത്തെ രീതിയാണ് നമ്മൾ മിക്കവാറും ഉപയോഗിക്കാറ്. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത നാലാമത്തെ രീതി നമുക്ക് നോക്കാം. ഫ്രം മാത്ത് ഇമ്പോർട്ട് സൈൻ എന്ന് പറഞ്ഞാൽ മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും പാക്കേജിൽ നിന്നും എന്ത് ഇമ്പോർട്ട് ചെയ്യണം? സൈന് ഇമ്പോർട്ട് ചെയ്യണം. എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് പൈത്തൺ മനസ്സിലായി എന്ത് ചെയ്യണം? മാത്ത് എന്ന് പറഞ്ഞ മൊഡ്യൂൾ, ഓക്കെ, അത് പൈത്തണുള്ള മൊഡ്യൂളാണ്. അതിൽ നിന്നും ഏത് കോഡ് മാത്രം? സൈന് കാണാനുള്ള കോഡ് മാത്രം കോപ്പി ചെയ്യും. ഓക്കെ, അപ്പൊ അത് നമ്മളെ പ്രോഗ്രാമിൽ കോപ്പിയായി. ആ കോഡൊന്നും നിങ്ങൾ കാണൂലേ, ആ മൊത്തം സംഗതി ഈ ഒറ്റ ലൈനിൽ കഴിഞ്ഞു. ഓക്കെ, ഇത് സൈന് കാണാനുള്ള, സൈൻ വാല്യൂ കാണാനുള്ള എന്തെന്ന് കോഡ് നിങ്ങളുടെ പൈത്തണിലേക്ക് കോപ്പി ആയി കഴിഞ്ഞു. ഓക്കെ, ഹാർഡ് ഡിസ്കിൽ നിന്ന് നിങ്ങളുടെ പൈത്തണിലേക്ക് കോപ്പി ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പ്രിന്റ് സൈൻ 0.5. ഓക്കെ, ഇപ്പോ നിങ്ങൾ ഇങ്ങനെ മാത്ത് നിന്ന് സൈൻ ഇമ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സൈൻ 0.5 കാണാൻ എന്ത് ചെയ്യണം? യെസ്, നിങ്ങൾ സൈനിന്റെ ഒരു ടൈലർ സീരീസിന്റെ എക്സ്പാൻഷൻ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ആ എക്സ്പാൻഷനൊക്കെ യൂസ് ചെയ്തിട്ട് സൈൻ വാല്യൂ കാണാനുള്ള 5-6 ലൈൻ ഓഫ് കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. ആ സംഗതി മൊത്തം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് പൈത്തണിൽ. ഓക്കെ, അത് ഏത് മൊഡ്യൂളിലാണ് ഉള്ളത്? മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളത് കോൾ ചെയ്താൽ പോരെ? ക്ലിയർ? ഫൈൻ. അപ്പോൾ സിംപ്ലി എന്താണ് സംഗതി? നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ സൈൻ ഉപയോഗിച്ച് തന്നെ ഞാൻ പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാല്യൂയുടെ സൈൻ വാല്യൂ കാണാൻ, അല്ലേ, ഒരു 0.5 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 0.5ന്റെ സൈൻ വാല്യൂ കാണാൻ നമുക്ക് 2 രീതിയുണ്ട്. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം? സൈൻ വാല്യൂ കാണാനുള്ള സെറ്റ് ഓഫ് കോഡ് നിങ്ങൾ പഠിച്ച് വെച്ച് ടൈപ്പ് ചെയ്തുണ്ടാക്കണം. ഓക്കെ, പൈത്തണിൽ നമ്മൾ സാധാരണ ചെയ്യാറില്ലേ? ഓക്കെ, ഫംഗ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം. ഓക്കെ, ക്ലിയർ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ ഒരു പാക്കേജ് ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഏത്? മാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ പൈലാബ്, അങ്ങനെ പല പാക്കേജസ് ഉണ്ട്. അത് നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പരിചയപ്പെട്ടോളൂ. അപ്പോൾ ഈ മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന്, പാക്കേജിൽ നിന്ന് എന്ത് ചെയ്തു? സൈൻ ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒറ്റ ലൈൻ ഓഫ് കോഡ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ, ലൈൻ ഓഫ് കോഡ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കമ്പ്യൂട്ടറിലെ മാത്ത് എന്ന് പറയുന്ന പാക്കേജിലെ സൈന് കാണാനുള്ള കോഡ് എന്ത് ചെയ്തു? ഇവിടെ കോപ്പി ചെയ്തു. നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, ഈ ലൈൻ അതാ ചെയ്തത്. ഓക്കെ, അതിനെ വിളിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പ്രിന്റ് സൈൻ 0.5 എന്ന് അടിച്ചാൽ മതി. ഓക്കെ, കാര്യം ക്ലിയർ ആയല്ലോ? റൈറ്റ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ പ്രോഗ്രാം ഒന്ന് നോക്കി നോക്കാം. റൈറ്റ്, അതിന് മുമ്പ് ഒരു ഒറ്റ കാര്യം കൂടെ. ഇതിപ്പോൾ സൈന് മാത്രമല്ലേ ഇമ്പോർട്ട് ആയത്? നാലാമത്തെ നോക്കിയാണ് നിങ്ങൾ ഇവിടെ ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ. ഈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നുള്ള അർത്ഥം. അതായത് മൊത്തം മാത്ത് എന്ന് പറയുന്ന ആ പാക്കേജിലുള്ള എല്ലാം, സൈനും കോസും സ്ക്വയർ റൂട്ടും ലോഗും ഒക്കെ എന്താവും? ഇമ്പോർട്ട് ആവും. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് സൈൻ മാത്രമേ യൂസ് ചെയ്യേണ്ടുള്ളൂ, ഇമ്പോർട്ട് സൈൻ കൊടുത്താൽ മതി. സ്റ്റാർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതൊരു നമുക്ക് ഏതാണെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മാത്തിലുള്ള എല്ലാം എന്ത് ചെയ്യും? അവിടത്തേക്ക് കോപ്പി ചെയ്യപ്പെടും. ക്ലിയർ? നമുക്കൊരു ചെറിയ പ്രോഗ്രാം ചെയ്തിട്ട് അവസാനിപ്പിക്കാം. പൈത്തൺ എടുക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ലൈൻ ഓഫ് കോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രം മാത്ത് ഇമ്പോർട്ട് സൈൻ. സൈൻ മാത്രം ഇമ്പോർട്ട് ചെയ്തു. പ്രിന്റ് സൈൻ 0.5. നമുക്കൊന്ന് റൺ ആക്കി നോക്കാം. ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. math.py എന്ന് പറഞ്ഞ് സേവ് ആക്കിയിട്ടുണ്ട്. ഞാൻ റൺ ചെയ്യുന്നു. നീ കാണാൻ പറ്റും അതിൻ്റെ വാല്യൂ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, നൗ നിങ്ങൾക്ക് ഈ മാത്ത് എന്ന് പറയുന്നതിൽ 2 വേരിയബിൾ, അത് പൈ, നിങ്ങൾക്ക് പൈ എന്ന് പറയുന്ന നമ്മുടെ പൈ ഇല്ലേ 3.14, അത് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പി ഐ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ബട്ട് അത് നിങ്ങൾ എന്ത് ഇമ്പോർട്ട് ചെയ്യണം? മാത്ത് ഫംഗ്ഷൻ, മാത്ത് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ ഓക്കെ, ഇയും പൈയും ഒക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ബട്ട് മാത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. മാത്ത് ഇമ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ പൈ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എറർ വരും. നമുക്ക് നോക്കാം. ഇമ്പോർട്ട് പൈ, പ്രിന്റ് പൈ. നോക്കാല്ലേ, ഞാൻ എന്ത് ചെയ്തു? പൈ ഇമ്പോർട്ട് ചെയ്തു, എന്നിട്ട് പ്രിന്റ് ചെയ്തു, സേവ് അടിച്ച് റൺ ചെയ്തു.
പൈയുടെ വാല്യൂ 3.14 അല്ലേ. പൈത്തണിൽ ഒരുപാട് പോയിന്റ് ഡെസിമൽ പോയിന്റ്സിൽ വാല്യൂസ് നിങ്ങൾക്ക് കിട്ടും. അത്രയും ആക്യുറേറ്റ് ആണ്, പ്രിസൈസ് ആണ്. ഓക്കെ റൈറ്റ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തില്ല. നമുക്ക് ആ ലൈനിന് തൽക്കാലം ആഷ് ഇട്ടിട്ട്, ഇങ്ങനെ ആഷ് ഇട്ടാൽ എന്താ അർത്ഥം? യെസ്, ആ ലൈന് പിന്നെ റീഡ് ചെയ്യില്ല. പ്രിന്റ് PI എന്ന് കൊടുത്താൽ എന്താ വരിക? Ctrl+S അടിച്ചു, F5 അടിച്ചു. യെസ്, PI ഈസ് നോട്ട് ഡിഫൈൻഡ്. നോക്കുക, ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ PI എന്നുള്ളത് പൈത്തനെ സംബന്ധിച്ച് വെറും ഒരു വേരിയബിൾ മാത്രമാണ്, നിങ്ങളുടെ പൈ അല്ല. ഓക്കെ, വെറും വേരിയബിൾ ആണ്. മേലെ നിങ്ങൾ PIക്ക് ഏതെങ്കിലും വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ തൊട്ടും മേലെ PI = 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ 2 എന്നുള്ള വാല്യൂ എങ്കിലും പ്രിന്റ് ആവുന്നു. ഇവിടെ അതും കൊടുത്തിട്ടില്ല, മാത്ത് ഇമ്പോർട്ടും ചെയ്തിട്ടില്ല. സോ ഇതൊരു എറർ റിട്ടേൺ ചെയ്തു. നിങ്ങളിനി ഇവിടെ PI = 9 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് സേവ് അടിച്ചിട്ട് റൺ ചെയ്ത് നോക്കൂ. യെസ്, 9 പ്രിന്റായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് പൈത്തൺ ഈ PI എന്നുള്ളതിന് എന്താക്കി എടുക്കുന്നത്? വേരിയബിൾ ആയിട്ടാണ്. PI = 9 ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രമാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണ നമ്മുടെ പൈ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ഇമ്പോർട്ട് ചെയ്താൽ മതി? മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂൾ അല്ലേ, നമ്മുടെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇമ്പോർട്ട് പൈ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം സ്റ്റാർ. ഇപ്പൊ സൈനും കോസും പൈയും ഒക്കെ എന്തായി? അതിൽ ഇമ്പോർട്ടായി. എന്നിട്ട് സേവ് അടിച്ചിട്ട് റൺ ചെയ്ത് നോക്കൂ. 3 നമ്മുടെ വാല്യൂ അടിയിൽ കാണുന്നില്ലേ? 3.14 ആ വാല്യൂ പ്രിന്റായി വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? കുഴപ്പമുണ്ടോ? ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് സൈൻ ഓഫ് 1. ക്ലിയർ. Ctrl+S സേവ് അടിക്കുന്നു, ക്ലോസ് ആക്കട്ടെ, എന്നിട്ട് റൺ ചെയ്യാം. റൺ ചെയ്യുന്നു. ഓക്കെ, പൈയുടെയും സൈൻ്റെ ആ വാല്യൂവും എന്തായിട്ടുണ്ട്? പ്രിന്റായി വന്നിട്ടുണ്ട്. റേഡിയനിലാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഡിഫറെൻ്റ് മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പാക്കേജസ് അല്ലെ മൊഡ്യൂളുകൾ എന്ത് ചെയ്യാം? ഇമ്പോർട്ട് ചെയ്യാം. അത് ഓർമ്മിച്ച് വെക്കുക. ക്ലിയർ? സോ ഡിയേഴ്സ്, അപ്പോൾ ഡിഫറെൻ്റ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു അത് മൊഡ്യൂൾസിന് നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ട് ചെയ്യിക്കാം. ഇതൊക്കെ ഇത്രയും തൽക്കാലം മനസ്സിലാക്കുക. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിൽ എന്ത് ചെയ്യും? നിങ്ങൾ വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും. അപ്പോൾ കുറേ ഫങ്ഷൻസ് നിങ്ങൾ തന്നെ ഡിഫൈൻ ചെയ്യും അല്ലേ. ഇവിടെ മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്ത പോലെ ഡിഫറെൻ്റ് മൊഡ്യൂൾസ് നിങ്ങൾക്ക് ഗ്രാഫൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യും അത്. ഓക്കെ, അതിനൊക്കെ ഡിഫറെൻ്റ് മൊഡ്യൂൾസ് ആവശ്യമാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഓൺ ദ വേ ചെയ്തോളൂ. ക്ലിയർ? ഇപ്പോൾ ഏകദേശ ഐഡിയ ഉണ്ടാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.